ഇപ്പൊ ഏത് ക്ലാസ്സിലാണ് പാറു പഠിക്കുന്നത്? 6th സ്റ്റാൻഡേർഡ്. നേരത്തെ എന്നോട് മലയാളത്തിൽ പറഞ്ഞല്ലോ, ഏത് ക്ലാസ്സിലോട്ടാന്ന് പറഞ്ഞു? 6ാം ക്ലാസ്സിലേക്ക്. നേരെ ആറിയിക്കുന്ന പറഞ്ഞത്, തൃശ്ശൂർ ഭാഷയിൽ ആറിയിക്കുന്ന പറഞ്ഞത്. പാറുക്കുട്ടി ഡാൻസ് കളിക്കുന്ന അമ്മ പറയുന്നു. ഇപ്പൊ ഡാൻസ് കളിക്കാറുണ്ടോ? അതെന്താ കളിക്കാത്ത? എന്താ കളിക്കുന്നത്? ഡാൻസ് കളിക്കോ? അമ്മ പറഞ്ഞല്ലോ ഡാൻസ് നല്ലതായിട്ട് കളിക്കുന്നു. കളിക്കോ? പണ്ട് കളിക്കായിരുന്നു, ഇപ്പൊ മറന്നുപോയോ? എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ പാറുവിന് 10 വയസ്സായി. ആരാണ് ഈ പാറു എന്ന് അറിയണ്ടേ? വെറും 4 മാസം പ്രായമുള്ളപ്പം തൃശ്ശൂർ മതിലകം എന്നുള്ള സ്ഥലത്ത് നിന്നും നിരന്തരമായ ഛർദിൽ നിൽക്കാതായതിനെ തുടർന്ന് അച്ഛനും അമ്മയും പല ഹോസ്പിറ്റൽ വരാന്തകളും കയറിയിറങ്ങി അവസാനം ആസ്റ്റർ മെഡിസിറ്റിയിൽ എത്തിച്ച്. പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർ അലക്സാണ്ടറിനായിരുന്നു അവർ ആദ്യം കണ്ടത്. അലക്സാണ്ടർ സാറിൻ്റെ നിർദ്ദേശപ്രകാരം ഇൻ്റഗ്രേറ്റഡ് ലിവർ കെയർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡോക്ടർ മാത്യു ജേക്കബിനെയും ഡോക്ടർ ചാൾസ് പനക്കലിനെയും അവർ കണ്ടു. ഡോക്ടർ മാത്യുവിൻ്റെ കൂടെയുള്ള വിദഗ്ധ സംഘവും കുട്ടിക്ക് കമ്പൈൻഡ് കിഡ്നി ലിവറും മാറ്റിവെക്കണമെന്ന് നിർദ്ദേശിച്ചു. ഒരു വിഭാഗം ആൾക്കാരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഡോക്ടർ മാത്യുവിൻ്റെയും ടീമിൻ്റെയും സർജറി വിജയകരമായി പൂർത്തിയാക്കാൻ സഹായിച്ചു. അന്ന് ആ പാറു ആരോഗ്യത്തോടെയും ആയുസ്സോടെയും ജീവിച്ച് ഇന്ന് 10 വയസ്സ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. നമുക്കന്ന് ഇന്ന് പാറുവിൻ്റെയും വീട്ടുകാരുടെയും കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞാലും വാ. ഇന്ന് നമ്മോടൊപ്പം പാറുവിൻ്റെ അച്ഛനും അമ്മയുണ്ട്. അവരുടെ കുറച്ച് വിശേഷങ്ങൾ ചോദിച്ചറിയാനാണ് ഇന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് അല്ലെങ്കിൽ സംസാരിക്കാനുള്ളത് പാറുവിൻ്റെ അമ്മയോട് തന്നെയാണ്. ഞാനും ഒരു അമ്മയാണ്, എനിക്കും ഉണ്ട് മക്കൾ. അപ്പോൾ ആദ്യമായിട്ടുണ്ടായിരുന്ന മോളാണ് പാറു അല്ലേ. പാറുവിന് ഇങ്ങനെ ഒരു അസുഖം 4 മാസം ഉണ്ടെന്ന് എങ്ങനെയാണ് അത് അറിഞ്ഞത്? എങ്ങനെയാണ് അത് ഡിറ്റക്ട് ചെയ്തത്? വോമിറ്റിംഗ് ആയിരുന്നു. വോമിറ്റിംഗ് നിൽക്കാണ്ട് നമ്മൾ സാധാരണ ഹോസ്പിറ്റലിൽ അടുത്ത് തന്നെ കൊണ്ടുപോയി കാണിക്കുക ചെയ്ത്. അപ്പോൾ അവർ ആദ്യമുള്ള മെഡിസിനാണ് ചെയ്തത്. ആ സമയത്ത് അവൾക്ക് ഫിക്സ് പോലെ വന്നു. ഫിക്സ് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ പനി അങ്ങനെ ഒന്നുമില്ലാണ്ട് നമുക്കിങ്ങനെ ഫിക്സ് വരാണെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും വേറൊരു പ്രശ്നം ഉണ്ടാവാം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവർ വേറെ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. കിഡ്നിയുടെ പ്രശ്നമായിരുന്നോ പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ ഇല്ല, നമ്മൾ അവിടെ നിന്ന് എന്നോട് അങ്ങനെ ആരും ഒന്നും പറയണ്ടായിരുന്നില്ല. ചേട്ടൻ നാട്ടിലുണ്ടായില്ല, ഹസ്ബൻഡ് ചേട്ടനാണ് ഉണ്ടായത്. ഞാനാകെ ഇതായിരുന്നു. അപ്പോൾ ചേട്ടനാണ് അതും അറിയണ്ടായിരുന്നു. ഞാൻ കൂടുതൽ കാര്യങ്ങൾ അറിയണ്ടായിരുന്നില്ല, എന്താണെന്നുള്ളത്. ചേട്ടനൊക്കെ അറിയായിരുന്നു. പിന്നെ അവിടെ നിന്നാണ് ഡയാലിസിസ് നമ്മൾ തുടങ്ങുന്നത്. പിന്നെ ചേട്ടൻ വന്നപ്പോഴേക്കും നാട്ടിക്ക് അവിടെ ഒരു 1.5 മാസം നമ്മവിടെ കിടന്നു. അത് കഴിഞ്ഞിട്ടും പിന്നെ അവിടെ നിന്ന് പ്രത്യേകിച്ച് ഒരു ഇതില്ലാത്ത കാരണം നമ്മൾ അവിടെ നിന്ന് പിന്നെ മാറ്റം ചെയ്ത് ആസ്റ്ററിനെ കുറിച്ച് അറിഞ്ഞു. പിന്നെ അവിടെ നിന്ന് മാറ്റം ചെയ്ത് ഡോക്ടർ അലക്സാണ്ടറിനെയാണ് ഞാൻ ആദ്യമായിട്ട് അവിടെ കാണുന്നത്. പിന്നീട് ഏത് ഘട്ടത്തിലാണ് ഈ ലിവറും കിഡ്നിയും മാറ്റണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്? ഡോക്ടേഴ്സ് ആണെങ്കിൽ പോലും നമ്മൾ ഡോക്ടർ അലക്സാണ്ടറിനെ ആദ്യം കണ്ടപ്പോൾ ആള് പറഞ്ഞു നമുക്ക് ഡയാലിസിസിൽ മുന്നോട്ട് പോവാം. ഇപ്പോൾ കുട്ടിക്ക് വെയിറ്റും കാര്യങ്ങളൊന്നും പറ്റാൻ 4 മാസമല്ലേ ഉള്ളൂ. അന്നെന്ന് പറയണത് ഇത്ര ചെറിയ കുട്ടിക്ക് അങ്ങനെ ലിവറും കിഡ്നിയും അങ്ങനെ ഒരു സർജറി ഇത്ര ചെറിയ കുട്ടിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഡയാലിസിസിൽ മുന്നോട്ട് പോകാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ തന്നെ പെരിറ്റോണിയൽ ഡയാലിസിസ് തുടങ്ങാനായിട്ട് എനിക്ക് ആസ്ത്രിയിൽ നിന്ന് എന്നെ ട്രെയിൻ ചെയ്തു. അവർ എന്നെ പഠിപ്പിച്ചു തന്നു. 1 വർഷത്തോളം ഞാൻ വീട്ടില് ഡയാലിസിസ് ചെയ്തു. മോൾക്ക് പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പതുക്കെ പിന്നെ അവൾക്ക് അത് ചെയ്യാൻ പറ്റാണ്ടായി. എന്ന് വെച്ചാൽ ഫ്ലൂയിഡ് ഔട്ടാവാത്ത പ്രശ്നം വന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും ആസ്തറിക്ക് വന്നപ്പോൾ അവർ പറഞ്ഞു നമുക്ക് വിളിക്കണമെങ്കിൽ 1 ദിവസം ചെയ്യാണ്ടിരിക്കുമ്പോഴും ബുദ്ധിമുട്ടാണ്. BP ആയിട്ടും പിന്നെ പെട്ടെന്ന് തന്നെ നീരും കാര്യങ്ങളും ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഒക്കെ വന്നപ്പോൾ നമ്മൾ പിന്നെ അവിടെ അഡ്മിറ്റ് ആവേണ്ടി വന്നു. ആദ്യമായിട്ടാണ് ഇത്ര ചെറിയ കുട്ടിക്ക് കീമോ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ അവിടെ നിന്ന് പോരാൻ പറ്റാണ്ടായി നമുക്ക്. ഇതെന്നും ചെയ്യണം എന്നുള്ള ഇത് വന്നപ്പോ പിന്നെ വെന്റിലേറ്റർ ആയിരുന്നു ആള്. അതെന്ന് വെച്ചാൽ ഇവര് അനങ്ങാണ്ട് കെടുക്കില്ലല്ലോ. കീമോ ഡയാലിസിസ് ചെയ്യുമ്പോൾ ഇവരനങ്ങും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണം വെന്റിലേറ്ററിലാണ് ആദ്യമായിട്ട് ചെയ്ത. ഫുൾ വെന്റിലേറ്റർ ആയിരുന്നു. പിന്നെ പതുക്കെ വെന്റിലേറ്റർ ഒക്കെ ഊരി പിന്നെ എന്റെ മടിയിൽ ഇരുന്നിട്ടായി ചെയ്യില്ല. എന്ന് വെച്ചാൽ എന്നെ കാണുമ്പോൾ ആള് നല്ല
ഫുൾ കരച്ചിലായിരുന്നു വെന്റിലേറ്ററിൽ. പിന്നെ എന്റെ മടിയിൽ ഇരുത്തിയായി. പിന്നെ ഡയാലിസിസ് ചെയ്യണ സമയത്ത് എന്നും ഞാൻ ആ സമയത്ത് വന്നിരിക്കും, എന്റെ മടിയിൽ കിടന്ന് ഉറങ്ങും. അങ്ങനെ കുറച്ച് നാൾ പോയി, 2 മാസത്തോളം പോയി. പിന്നെ BP കൂടി, പിന്നെ ഒരു ഹാർട്ടിന്റെ ചെറിയ പ്രശ്നങ്ങൾ, ഹാർട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ അന്ന് പറയുന്നുണ്ടായി. പിന്നെ നമുക്ക് ട്രാൻസ്പ്ലാന്റിലേക്ക് എത്രയും വേഗം ചെയ്യണം എന്ന് പറഞ്ഞു, അതിലേക്ക് പോവാണ് ചെയ്തത്. ഡോക്ടർ മാത്യുവിനെ അപ്പൊ നിങ്ങൾ കാണുന്നത് ഏത് സമയത്താണ്? മാത്യുവിനെ കാണുന്നത് ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തില്ലേ, അപ്പോഴേ ബ്ലഡ് പുറത്തേക്ക് വിടാണ് ചെയ്ത. അപ്പോഴാണ് നമ്മൾ ലിവറിന്റെ പ്രശ്നങ്ങൾ അറിയുന്നത്. അതിനുശേഷമാണ് ലിവർ അതിന്റെ പ്രശ്നത്തിനായിട്ടാണ് മാത്യു സാറിനെ കാണുന്നത്. ഡോക്ടർ മാത്യുവും ഡോക്ടർ ചാൾസും അടങ്ങുന്ന ഒരു ലിവർ കെയർ ടീമിൽ ഒരുപാട് ഡോക്ടർ നവീൻ ഗഞ്ചു ഉണ്ടായിരുന്നു. ഒരുപാട് കുട്ടികൾ 5 മാസം തുടങ്ങിയുള്ള കുട്ടികളെ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാറുണ്ട് അവിടെ. അപ്പോൾ അവരുടെ ഒരു സമീപനം ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് കുട്ടികളോടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ഡോക്ടർ മാത്യുവിനെയും ഡോക്ടർ ചാൾസിനെ ഒക്കെ കണ്ടപ്പോൾ ഉണ്ടായിരുന്നു? ഒരുപാട് സപ്പോർട്ടായിരുന്നു. എല്ലാ കാര്യത്തിനും ഒരുപാട് സപ്പോർട്ടായിരുന്നു. നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം. നമുക്ക് ലിവറും കിഡ്നിന്നും പറയുമ്പോൾ തന്നെ ആദ്യം കിഡ്നി മാത്രം പറഞ്ഞിട്ട് പിന്നെ ലിവറും കൂടി ആയപ്പോൾ നമുക്ക് ഒരുപാട് ടെൻഷൻ കൂടി. ട്രാൻസ്പ്ലാന്റ് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു ബുദ്ധിമുട്ട് ഡോണർ ആരായിരിക്കും. നമ്മള് കെഡാവറൊക്കെ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് അതൊന്നും സെറ്റ് ആയില്ല. പാറുവിന്റെ അച്ഛൻ ലിവർ ഡോണർ, അച്ഛന്റെ അമ്മയുടെ പേര് സതി അമ്മ കിഡ്നിയും കൊടുത്തു അല്ലേ? ടെസ്റ്റുകൾ ചെയ്തപ്പോ മാച്ച് ആയിരുന്നു. ഈ ഡോണർ ഇവാലുവേഷൻ പ്രോസസ്സുകളെല്ലാം സ്മൂത്ത് ആയിട്ട് തന്നെ അന്ന് നടന്നിരുന്നു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു, അല്ലെങ്കിൽ സമയം എടുത്താണോ ചെയ്തിരുന്നത്? മോശമായിരുന്നു. BP ആയിരുന്നു, നല്ല ഹൈ ആയിരുന്നു BP ആൾക്ക്. അങ്ങനെ നവംബർ 16 അല്ലേ, 2016 നവംബർ 16 ട്രാൻസ്പ്ലാന്റ് ചെയ്തു. രാവിലെ ട്രാൻസ്പ്ലാന്റിന് കയറി 6 മണി കേറിട്ട് ഒരു 20 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സർജറി ആയിരുന്നു. അപ്പൊ ഇപ്പൊ എല്ലാ ഹോർഡിങ്സിലുള്ള പോലെ പാറുവിന് 10 വയസ്സായി അല്ലേ പാറുക്കുട്ട? പാറു ഇതൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുവാണ്. എന്താണ് പാറുകൊച്ചിന് വല്ലതും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. അച്ഛനും അമ്മയും പറയണ കേട്ടിരിക്കുവാണ്. കാര്യം 10 വർഷം കഴിഞ്ഞെങ്കിലും സരിത ഇപ്പോഴും ഓർക്കുമ്പം ഉള്ളിലൊരു അതുണ്ടാവും. അതെല്ലാവർക്കും ഉണ്ടാവും. സരിത ഇപ്പൊ പറഞ്ഞല്ലോ, സരിതനെ സംബന്ധിച്ച് മകള് ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ട് സർജറിക്ക് വേണ്ടി കയറി, ഭർത്താവ് ലിവർ കൊടുക്കാൻ കയറി, അമ്മ കിഡ്നി കൊടുക്കാൻ കയറി. അപ്പം ഒരു താങ്ങും തണലുമായിട്ട് സംസാരിക്കേണ്ട ആൾക്കാരെല്ലാവരും ഓപ്പറേഷൻ തിയേറ്ററിന്റെ അകത്താണ്. ചേട്ടനാണെങ്കിൽ മോളുടെ സർജറി നടക്കുന്നു, ഡോണറായിട്ടിരിക്കുന്നു. വീട്ടിലെ കാര്യങ്ങൾ, മോളുടെ കാര്യങ്ങൾ, പൈസയുടെ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ടെൻഷനുകൾ ഉണ്ടാവുമെന്ന് ആർക്കാണെങ്കിലും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എങ്ങനെയായിരുന്നു ആ ദിവസങ്ങൾ എങ്ങനെയായിരുന്നു ഒന്ന് കഴിച്ചു കൂട്ടിക്കൊണ്ട് പോയത്? അത് സത്യം 2 ഡോക്ടർമാർ, ഒന്ന് അലക്സാണ്ടർ ഡോക്ടറും മാത്യു സാറും. സർജറിക്ക് 2 ദിവസം റൂമിലേക്ക് വന്നിട്ട് പറഞ്ഞാണ്, നീ സർജറിക്ക് ഒരുങ്ങിയാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കാം. അലക്സാണ്ടർ ഡോക്ടർ പറഞ്ഞു, ഫണ്ടിൻ്റെ കാര്യം പഠിക്കണ്ട, അത് ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. പൈസക്ക് പിന്നെ അവർ നമ്മുടെ മാത്യു സാറാണ് ഫസ്റ്റ്, അല്ല നമ്മുടെ രാജപ്പിള്ള, ICUലുള്ള രാജപ്പിള്ള സാറാണ് ഈ പൈസ സർജറിക്കുള്ള പൈസ അറേഞ്ച് ചെയ്ത് ഓൺലൈനായിട്ട് ചെയ്തതെന്ന് ഫസ്റ്റ് രാജപിള്ള സാറാണ്. പിന്നെ അലക്സാണ്ടർ ഡോക്ടർ, ആളുടെ മോനും കൂടിയിട്ടൊക്കെയാണ് നമുക്ക് ഫണ്ട് വന്നതൊക്കെ. അവിടെ പൈസ എൻ്റെ ഒന്നും ഉണ്ടാകുന്നില്ല, സർജറിക്കുള്ള പൈസ എൻ്റെ തീരെ ഉണ്ടാകുന്നില്ല, അതിനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് പ്രതീക്ഷിക്കാൻ പറ്റില്ല, നമുക്ക് ഒരിക്കലും വലിയൊരു എമൗണ്ട് എന്തായാലും ചെലവാകുന്നുണ്ട്. സർജറി മാത്രമല്ല, സർജറി കഴിഞ്ഞിട്ട് പിന്നെ ട്രീറ്റ്മെന്റ് ഉള്ളത്. അപ്പൊ അതിന് നല്ലൊരു ഫണ്ട് ആവശ്യം ഉണ്ടായിരുന്നു. അതൊക്കെ ഫുള്ള് ഹോസ്പിറ്റലിൽ തന്നെയാണ് വന്നത്. ടെൻഷൻ ഒന്നും ഉണ്ടാകുന്നില്ല. ഫ്രണ്ട് അടിക്കായിരുന്നു പറഞ്ഞിട്ട് അടുത്ത്, ബാക്കിയെല്ലാം ഹോസ്പിറ്റലിൽ തന്നെ അറേഞ്ച് ആക്കിയോളാം. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അത് അലക്സാണ്ടർ ഡോക്ടറിന് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. സർജറി കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് എനിക്ക് ഓർമ്മ വന്നത്. അമ്മയ്ക്ക് കുഴപ്പമുണ്ടായില്ല, ഈ സമയത്ത് ഇവിടെ ഉണ്ടാവേണ്ട ആളായിരുന്നു. അമ്മേനെയാണ് മിസ് ചെയ്യണത്. അമ്മ വേറെ വീട്ടിലായതുകൊണ്ട് നമുക്ക് അമ്മേനോട് കാണാൻ പറ്റിയില്ല. അത് കുഴപ്പമില്ല, അമ്മേനോട് നമ്മുടെ അന്വേഷണം പറഞ്ഞാൽ മതി. പാറുവിന് 1.5 വയസ്സുള്ളപ്പം ലിവറും കിഡ്നിയും ആസ്റ്റർ മെഡിസിറ്റിയിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്തു ഡോക്ടർ മാത്യുവിന്റെ ടീം. പാറുവിന് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഇല്ല, കൊച്ചിന് ഓർമ്മയില്ല. കൊച്ച് വയ്യാതെ കിടക്കുമായിരുന്നു അന്ന്. പാറുവിൻ്റെ അച്ഛനാണ് പാറുവിന് ലിവർ കൊടുത്തത്. പാറുവിൻ്റെ അച്ഛൻ്റെ അമ്മയായിരുന്നു പാറുവിന് കിഡ്നി കൊടുത്തത്. പാറുവിന് 10 വയസ്സായി എന്നുള്ള ഹോർഡിങ്സ് ഒക്കെ നമ്മൾ പലയിടത്തും കണ്ടു കാണും. ആ പാറുവാണ് ഇന്നിവിടെ എൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നത്. പാറുവിന് അപ്പോൾ 10 വയസ്സല്ല, 50 വയസ്സല്ല, 80 വയസ്സാവട്ടെ അല്ലേ പാറു? അല്ലേ? ആരോഗ്യ ആയുസ്സും ഉണ്ടാവട്ടെ. അന്ന്
എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിന്ന അവരുടെ അച്ഛനും അമ്മയ്ക്കും ആരോഗ്യായുസം ഉണ്ടാവട്ടെ. അച്ഛൻ്റെ അമ്മാമ്മ അല്ലേ, അച്ചമ്മയ്ക്കും ആരോഗ്യായുസം ഉണ്ടാവട്ടെ. പാറുവിന് എന്നും നല്ലത് തരട്ടെ. നമ്മളെല്ലാവരും പാറുവിൻ്റെ ഒപ്പം ഉണ്ട് അല്ലേ. ഓക്കെ.